ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ മുത്തപ്പൻ ക്ഷേത്രത്തിലൊന്ന് വരണമെന്ന്. ഭാഗ്യവശാൽ മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കതിന് സാധിച്ചു. ഞാൻ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല തിരക്ക്. എനിക്ക് മുത്തപ്പനെ കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എനിക്ക് സത്യത്തിൽ ഈ അമ്പലത്തിൻ്റെ ഒന്നും ചടങ്ങുകളോ രീതികളോ ഒന്നും അറിയത്തില്ല. അപ്പോൾ വന്നപ്പം മുത്തപ്പൻ തെയ്യം തുള്ളി നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷെ എനിക്ക് കാണാനേ പറ്റുന്നില്ല. മുത്തപ്പൻ്റെ കിരീടം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിൽ ഒരുപാട് വിഷമിച്ച്, എനിക്ക് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നല്ല തിരക്കുണ്ട്, എനിക്ക് കാണാൻ പറ്റത്തില്ലേ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് എനിക്ക് മുത്തപ്പനെ ഒന്ന് ശരിക്കും കാണണം, മുത്തപ്പൻ്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളത്. എനിക്ക് അവിടുത്തെ രീതികൾ സത്യത്തിൽ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് മുത്തപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അത് അവസാനം അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈൻ അവർ ക്ലിയർ ചെയ്തപ്പം ഞാൻ ഫ്രണ്ടിലെത്തി. സത്യത്തിൽ ഫ്രണ്ടിലെത്തിയപ്പോൾ എനിക്കത് നല്ലതായിട്ട് മുത്തപ്പനെ കാണാനും ഭാഗ്യം പോലെ മുത്തപ്പൻ്റെ അനുഗ്രഹവും കിട്ടി. അതിൽ ഞാൻ വളരെ സന്തോഷം. എനിക്ക് മനസ്സ് നിറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്നത്. വളപട്ടണം നദിക്കരയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും, വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. മുത്തപ്പന്റെ ഐതിഹ്യം പറയുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ എരുവേശ്ശേരി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് മന്നനാർ ആണ് മുത്തപ്പന്റെ ബാല്യകാലം. അവിടുത്തെ തികഞ്ഞ ശിവഭക്തിയായ പാടിക്കുറ്റി അമ്മയ്ക്കും അയ്യങ്കര വാഴുന്നോർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഒരു ദിവസം തന്റെ പ്രിയ ഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്ക് മഹാദേവൻ സ്വപ്നദർശനം നൽകി. പിറ്റേ ദിവസം പാടിക്കുറ്റി അമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവ അനുഗ്രഹത്താൽ അവിടെ നിന്ന് ലഭിച്ച കുഞ്ഞാണ്. ഒടുവിൽ തന്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കി നാട് നീളെ നടന്നു ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനു വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നത്. ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പന്റേത്. ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതം ആയിരുന്നില്ല മുത്തപ്പന്റേത്. സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്ന് നായാടിയും ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിച്ചു. കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. വാഴുന്നവർക്ക് ഇതിനെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പൊറുത്തു മകനെ സ്നേഹിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മുത്തപ്പൻ കാലഭൈരവന്റെ രൂപത്തിലുള്ള തന്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു. ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട് ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കണ്ണ് ധരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ധ്യാനം, യുവത്വം, യജ്ഞം എന്നിവയായിരുന്നു ഭക്തിയുടെ അടിസ്ഥാനങ്ങൾ. എന്നാൽ കലിയുഗത്തിന്റെ ആവിർഭാവത്തോടെ ക്ഷേത്രങ്ങളും ചിത്രങ്ങളും ഭരണഘടനകൾ ആരാധനയുടെ ഭാഗമായി. ആര്യ സംസ്കാരത്തിന് മുൻപ് കേരളത്തിൽ നിലനിന്നിരുന്ന ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രതീകമായി തെയ്യത്തെ സങ്കല്പിക്കാം. വിഗ്രഹ ആരാധനയേക്കാൾ ഉപാസനയാണ് തെയ്യം അല്ലെങ്കിൽ കോലം ആരാധന. നമ്മുടെ മനസ്സിൽ ദൈവത്തെ സങ്കല്പിക്കുന്ന എല്ലാത്തിൻ്റെയും സത്തയാണ് തെയ്യം. തെയ്യത്തിന് മുന്നിൽ നനഞ്ഞ കണ്ണുകളോടെ നിൽക്കുമ്പോൾ മനസ്സ് അടയാളപ്പെടുത്തുന്ന ഭക്തർ മത, ജാതി, കാലാവസ്ഥ ഭേദമില്ലാതെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. പണ്ട് ഓരോ സമുദായവും തങ്ങളുടേതായി പരിമിതപ്പെടുത്തിയിരുന്നു. കാലഘട്ടത്തിൽ നിന്നുള്ള നിർണായക മാറ്റം ദൈവങ്ങളെയും ദേവന്മാരെയും സജ്ജമാക്കുക. അത്തരം ദൈവങ്ങളിൽ പ്രമുഖനാണ് ശ്രീ മുത്തപ്പൻ. കലിയുഗത്തിൽ ജനിച്ച മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും അവതാരമാണ് മുത്തപ്പൻ. മുത്തപ്പൻ ഭാഗമായിരുന്ന കാലഘട്ടത്തിന്റെ സാമൂഹിക
സാംസ്കാരിക ധാർമ്മികതയും ശ്രീ മുത്തപ്പന്റെ ചരിത്രത്തിന് പഴയ ഇതിഹാസങ്ങളിലോ സ്ഥാനമില്ല. അയ്യപ്പനെ പോലെ മുത്തപ്പനും വേറിട്ട ഐതിഹ്യവും അവതാര സിദ്ധാന്തവുമുണ്ട്. പരശുരാമൻ ദ്രാവിഡരുടെ മേൽ ആര്യന്മാരുടെ ആധിപത്യത്തോടെ കേരളം സൃഷ്ടിച്ചതോടെ ക്ഷേത്രങ്ങളും സ്വത്തുക്കളും ആരാധനയ്ക്കുള്ള അവകാശം പോലും ബ്രാഹ്മണ സമൂഹം കൈക്കലാക്കി. താഴ്ന്ന ജാതിക്കാരും പിന്നോക്കക്കാരും ക്ഷേത്ര ചുമതലകളിൽ നിന്ന് പിന്തിരിപ്പിക്കപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും ചെയ്തു. ഫ്യൂഡൽ സമ്പ്രദായം, അടിമത്തം, തൊട്ടുകൂടായ്മ എന്നിവയുടെ ആചാരത്താൽ അധ്വാനിക്കുന്നവരുടെയും കീഴാളരുടെയും ദാരിദ്ര്യരുടെയും ജീവിതം പിരിമുറുക്കത്തിലായി. ഭഗവത്ഗീതയിലെ വരികൾ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ശ്രീ മുത്തപ്പൻ ജനിച്ചതെന്നാണ് ഐതിഹ്യം. നേരത്തെ സൂചിപ്പിച്ച അത്തരം അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനത്തിനായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയുമാണ് മുത്തപ്പൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. ഇവിടുത്തെ ദർശന സമയം രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് നട തുറന്നിരിക്കുന്നത്. പകൽ നട അടയ്ക്കാറില്ല. അമ്പലത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂരാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ വരെ മാറിയാണ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പന്റെ പ്രധാന വഴിപാടുകൾ പയംകുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ്. എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു. അതിരാവിലെ 5:45 മുതൽ 8 മണി വരെ തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു. വൈകുന്നേരം 6:30 ഇതേ ചടങ്ങ് ഉണ്ടാവും. പുത്തരി തിരുവപ്പന അല്ലെങ്കിൽ വർഷത്തിലെ ആദ്യത്തെ പുതുനാമ്പുകൾ ആഘോഷിക്കുവാൻ വൃശ്ചികം 16 നടക്കുന്നു. അവസാനത്തെ തിരുവപ്പന നടക്കുന്നത് കന്നി 30. ഇത്രയുമൊക്കെയാണ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.